പിന്നെ വേറൊരു കാറ്റഗറി ഉണ്ട്. എനിക്കിത് നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുന്നവർ അറിഞ്ഞൂടാ. പക്ഷേ എനിക്ക് എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. എനിക്ക് അവരുടെ അടുത്തുള്ള ഇതിലൊന്നും അല്ല. നമ്മൾ 2 കാറ്റഗറി ഓഫ് സ്റ്റുഡൻസിനെ എടുക്കണം. അതായത് ഒന്ന് വീട്ടിൽ കാശുള്ളത് ഒരു ലോണും എടുക്കാതെ വന്നൊരാളും, 2 അത്യാവശ്യം നാട്ടിൽ ടൈറ്റാണ് ലോൺ എടുത്ത് വീടിൻ്റെ ആധാരം കൊണ്ടുവന്ന് ബാങ്കിൽ വെച്ച് വന്ന 2 സ്റ്റുഡൻസ്. ഈ സ്വപ്നങ്ങളായിട്ടൊക്കെ ഇങ്ങോട്ട് വന്നവരാണ്. കെട്ടും കിടക്കയെടുത്ത് പോവേണ്ടി വരുന്നൊരു അവസ്ഥ എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര പാടുള്ള കാര്യമാണ്. അപ്പോൾ എന്നെ ജോലി ചെയ്യാതെയാണെങ്കിൽ ഇവിടെ എന്താണ് ചെയ്യണമെന്ന് അഭിഷേകിക്ക് അറിയാമല്ലേ. പോരാത്തിന് ഞാൻ തന്നെ ജോലി ചെയ്ത് എൻ്റെ ഫീസ് അടയ്ക്കുന്നു. ഇത്രയും കാര്യങ്ങൾ കൺവിൻസ് ചെയ്താണ് ഇങ്ങോട്ട് വരുന്നത്. അതിനെന്നെ ഏറ്റവും അധികം സഹായിച്ച, അവരെ പൊട്ടനാക്കാനായിട്ട് ഏറ്റവും അധികം സഹായിച്ചൊരു കൂട്ടരെന്ന് പറയുന്നത് നമ്മുടെ ഏജൻസിക്കാരാണ്. ഹായ് ഗൈസ്, അഭിജിയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മളോട് പലപ്പോഴും പല ആളുകളും ചോദിക്കുന്നുണ്ട്, ബ്രോ ഇവിടെ സ്റ്റുഡൻ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഫീസ് അടയ്ക്കാൻ പറ്റുമോ? ഇപ്പം എനിക്ക് ചിലപ്പം അത് പറയാൻ പറ്റുമായിരിക്കും, പക്ഷേ ഞാൻ വന്നത് ഡിപ്പെൻഡൻ്റ് ആണ്. പക്ഷേ അത് ശരിക്കും പറയാൻ പറ്റണ ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മുടെ ഇരിക്കുന്നത്. കഴിഞ്ഞ 2.5 വർഷമായിട്ട് സ്റ്റുഡൻ്റായിട്ട് UK വന്ന ഒരാളാണ്. അപ്പം നമുക്ക് ഹരിനോട് ചോദിക്കാം, എങ്ങനെയായിരുന്നു ഹരിയുടെ കഴിഞ്ഞ 2.5 വർഷത്തിലെ ഹരിയുടെ സേവിങ്ങും ഹരി എങ്ങനെയാണ് ഫീസ് അടച്ചതെന്നും എല്ലാ കാര്യങ്ങളും നമുക്ക് ചോദിച്ച് നമുക്ക് വീഡിയോയിലോട്ട്. എൻ്റെ പേര് ഹരി. ഞാൻ നാട്ടിൽ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്. ഞാനിവിടെ ഷെഫീൽഡ് വന്നിട്ട് ഏകദേശം ഒരു 3 വർഷം ആവാറായി. ഈ ജാനുവരി ആകുമ്പോഴത്തേക്കും 3 വർഷമാവും. 2022 ബാച്ചിലാണ് ഞാൻ വന്നത്. ഓക്കെ, ഹരി ഇപ്പോൾ സ്റ്റുഡൻ്റ് ആയിട്ടാണല്ലോ വന്നത്. ശരിക്കും ഹരിക്ക് ഇപ്പം 3 വർഷമാകുമ്പോൾ ഇവിടുത്തെ ഒത്തിരി എക്സ്പീരിയൻസും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. ആസ് എ സ്റ്റുഡൻ്റ് ആയിട്ട് ഇവിടെ വരുമ്പോൾ ഈ ഫസ്റ്റ് ഇയർ എങ്ങനെയാണ് നിങ്ങൾ സർവ് ചെയ്തത്? കാരണം എന്നോട് പല സ്റ്റുഡൻസ് ഇപ്പോഴും വിളിച്ചു ചോദിക്കാറുണ്ട്, ബ്രോ നമ്മളിവിടെ വന്ന് ഒരു 1 ഇയർ കഴിയുമ്പോൾ ഫീസ് അടയ്ക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം വളരെ കോമൺ ആയിട്ട് എൻ്റെ ഏത് വീഡിയോയുടെ അടിയിലും വന്നൊരു ചോദ്യമാണ്. അപ്പോൾ ആദ്യത്തെ വർഷത്തെ ഒരു മാസ വരുമാനം ഒന്ന് പറയാമോ? ഞാൻ അഭിഷേകിക്ക് അത് പറയുന്നതിന് മുന്നേ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് തൊട്ട് തുടങ്ങിയ ജേണി പറഞ്ഞുതരാം. അതായത് ഞാൻ വീട്ടുകാരെ കൺവിൻസ് ചെയ്ത് തന്നെ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നാട്ടിൽ എനിക്ക് ജോലി ഉണ്ടായിരുന്നു. ആ ജോലി വിട്ട് ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഞാൻ വീട്ടുകാരെ ആദ്യം കൺവിൻസ് ചെയ്തത്, അതായത് വീട്ടുകാരെ കൺവിൻസ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കൊരു ആദ്യം ഒരു ഇതായിരുന്നു. ആദ്യം അവർ നാട്ടിൽ തന്നെ ഒരു ജോലി, അതായത് അറിയാമല്ലോ സാധാരണ ഒരു വീട്ടിൽ നിന്ന് ഗവൺമെൻറ് ജോലിക്ക് നമ്മൾ പുഷ് ചെയ്ത് തുടങ്ങിയ സമയമാണ് ആ സമയത്ത് ഇങ്ങോട്ട് വരുന്ന ഒരു കാര്യം അവരെ കൺവിൻസ് ചെയ്തത് ഈ ഒരു കാര്യം പറഞ്ഞിട്ടാണ്. അതായത് പഠിക്കുന്നു, പഠിത്തത്തിനോടൊപ്പം ലക്ഷങ്ങളുടെ ശമ്പളം, വീട്ടിലോട്ട് കാശ് അയക്കുന്നു, വീട്ടിലെ ചിലവിന് പോരാത്തതിന് ഒരു ലക്ഷറി ലൈഫിന് വേണ്ടിയിട്ടുള്ള കാശ് വേറെ അയക്കുന്നു, പോരാത്തിന് ഞാൻ തന്നെ ജോലി ചെയ്ത് എൻ്റെ ഫീസ് അടയ്ക്കുന്നു. ഇത്രയും കാര്യങ്ങൾ കൺവിൻസ് ചെയ്താണ് ഇങ്ങോട്ട് വരുന്നത്. അതിനെന്നെ ഏറ്റവും അധികം സഹായിച്ച, അവരെ പൊട്ടനാക്കാനായിട്ട് ഏറ്റവും അധികം സഹായിച്ചൊരു കൂട്ടരെന്ന് പറയുന്നത് നമ്മുടെ ഏജൻസിക്കാരാണ്. ഏജൻസിക്കാർ പറഞ്ഞാൽ നമുക്കിവിടെ അവർ പറയുന്ന കാര്യങ്ങൾ കേട്ട് ഞാൻ ഫ്രാങ്കായിട്ട് പറയും, എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത ഏജൻസിക്കാരാണെങ്കിൽ പോലും, അതായത് എൻ്റെ ആപ്ലിക്കേഷൻ വർക്കിലൊക്കെ ഹെൽപ്പ് ചെയ്തെങ്കിലും സത്യത്തിൽ ഈ UK വരാൻ അല്ലെങ്കിൽ ഏതൊരു വിദേശ രാജ്യത്തോട്ട് പോകുന്നതും കുട്ടികളെ ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് ഈ ഏജൻസിക്കാർ. അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ആവറേജ് സാലറി ഇവിടെ ഒരു സ്റ്റുഡൻറ്റിന് കിട്ടുന്നത് അണ്ടർ 900 പൗണ്ടാണ്. അതിനപ്പുറം ഒന്നും കിട്ടത്തില്ല. അതിൽ നമുക്ക് ഏകദേശം ഒരു 70% 80% നമ്മുടെ പേഴ്സണൽ ചിലവുകൾ മാത്രം തന്നെ ഉണ്ട്. അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പം ഹരി പറഞ്ഞു ഹരിക്ക് ഒരു മാസം 900 പൗണ്ടാണ് കിട്ടണേന്നുള്ളത്. ആ 900 പൗണ്ട് വെച്ചിട്ട് ഈ 900 എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മാക്സിമം എമൗണ്ട് ആണ്. അതായത് ഇവിടെ ഒരു NI സാലറി 20 മണിക്കൂർ ചെയ്താൽ കിട്ടുന്ന മാക്സിമം എമൗണ്ട് ആണ്. അതിനപ്പുറത്തോട്ട് എനിക്കറിയത്തില്ല, അതിനപ്പുറത്തോട്ട് കിട്ടുന്ന ഇനി ആരെങ്കിലും മറ്റേ 1% ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അത് മാക്സിമം എമൗണ്ട് ആണ്. നമുക്ക് ഈ പറയുന്ന വല്ല ഈ വീക്കിലിയുള്ള ബോണസ് അങ്ങനെ എല്ലാം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു 800 to 900 നമ്മുടെ സാലറി വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു കൺസിഡർ ചെയ്യാണ് നമുക്കൊരു മാസം 850 കിട്ടുന്നുണ്ട്. ആസ് എ ബാച്ചിലറായിട്ട് ഹരിക്ക് ഈ 850 പൗണ്ടിൽ നിന്ന് എങ്ങനെയാണ് ഹരി, ഇപ്പം നമുക്ക് ഇവിടെ വന്ന അക്കോമഡേഷൻ വേണം, ഫുഡ് വേണം, പിന്നെ നമ്മുടേതായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, അതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്യാമോ ആ 850 പൗണ്ട്സിന്? ഇതിലിപ്പോൾ ഞാൻ എൻ്റെ കാര്യം പറയാം. എനിക്ക് ഒരുപാട് ജനറലൈസ് ആയിട്ട് പറയാൻ പറ്റില്ല. കാര്യം ഇപ്പോൾ എൻ്റെ ലൈഫ് എത്ര പേര് ആ രീതിയിൽ റൺ ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ഇപ്പോൾ എൻ്റെ ലൈഫിൽ പ്രധാനമായിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ട്രാവലിന് ഒരുപാട് ഈ പബ്ലിക് ട്രാൻസ്പോർട്ടിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ഒരാളാണ്. അത് നാട്ടിൽ നിന്നായിരുന്നാൽ അത് എൻ്റെ ഒരു ഹാബിറ്റ് ആയിപ്പോയതുകൊണ്ടായിരിക്കും. ഞാനത് എല്ലാവരും ഫോളോ ചെയ്യുന്നൊന്നുമല്ല. ഞാനിവിടെ വന്നപ്പോഴേ തന്നെ ഒരു കാറ് മേടിച്ചിട്ടുണ്ടായിരുന്നു. കാര്യം എനിക്ക് കുറച്ചുകൂടെ ഈസി, എൻ്റെ ലൈഫ് കുറച്ചുകൂടെ ഈസിയാക്കി അത് നല്ലതാണെന്ന് ഉള്ളതുകൊണ്ടാണ് ഞാനൊരു കാറ് മേടിച്ചു. അതുകൊണ്ട് എനിക്ക് ഫ്യൂച്ചറിൽ ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ളത് മുൻകൂട്ടി കണ്ടിട്ടാണ്. അപ്പോൾ ഞാൻ കാർ മേടിച്ചപ്പോൾ എനിക്ക് മെയിനായിട്ടുള്ള ഒരു ചിലവ് വരുന്നത് കാറിനായിരുന്നു. അതായത് ഇവിടെ ഒരു കാർ എടുത്തുള്ള ചിലവ് എല്ലാവർക്കും അറിയാം. നമുക്ക് ഇൻഷുറൻസ് തന്നെ ഒരു നല്ല എമൗണ്ട് ഉണ്ട്. ഏറ്റവും ചീപ്പായിട്ട് കിട്ടിയിട്ടും എനിക്ക് ഏകദേശം 100 പൗണ്ടായിരുന്നു ഫസ്റ്റ് ഇൻഷുറൻസ്. ഓക്കെ, കാർ ഇൻഷുറൻസ് 100 പൗണ്ട്. അതിൻ്റെ ടാക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 15 പൗണ്ട് ടാക്സ് ആ സമയത്ത് അടയ്ക്കണം. പെർ മന്ത് ആണത്. പോരാത്തതിന് ഏകദേശം ഒരു 400 പൗണ്ട് റെൻറ്റിന് കൊടുക്കുന്നുണ്ടായിരുന്നു. റൂം റെൻറ്റ് 400 പൗണ്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ നന്നായിട്ട് സിനിമ കാണുന്ന ഒരാളാണ്. നാട്ടിൽ നിന്ന് സിനിമ കാണുന്ന ഒരാളാണ്. ഇവിടെ വന്നിട്ടും അതിൻ്റെ പരിപാടിയൊക്കെയാണ് ആദ്യം നോക്കിയത്. അതിനെ ഹെൽപ്പ് ചെയ്ത ഫ്രണ്ട്സിലോട്ട് അറിയാമല്ലോ, നമ്മുടെ ഗോപി ചേട്ടൻ. അപ്പോൾ പുള്ളി
ഈ പറഞ്ഞ ഈ സിനിമയുടെ ടിക്കറ്റിൻ്റെ പാസ് ഉണ്ടല്ലോ ഇവിടെ, സിനിമയുടെ പാസിന് ഏകദേശം ഒരു 17 പൗണ്ട്, അതായത് 16.99 അപ്പോൾ അത് മന്ത്ലി പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നൊരു 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും സാധാരണ ഏതൊരാൾ ഇവിടെ വന്ന് ചെയ്യുന്ന കണക്ക് ഞാൻ EMI ഒരു ഫോൺ എടുത്തു. ആ EMIക്ക് മാത്രം 3-യുടെ കോൺട്രാക്റ്റ് ആയിരുന്നു. അപ്പോൾ അതിന് മാത്രം ഏകദേശം സിമ്മ് കൂടെ ഇൻക്ലൂഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റിന് ഒരു 80 പൗണ്ട് 75 പൗണ്ട് ആയിരുന്നു ഞാൻ മന്ത്ലി അടച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊരു 80 പൗണ്ടായി. 80 പൗണ്ടായി. ഓക്കെ. ഇപ്പൊ ശരിക്കും ഹരിയുടെ ഒരു മാസത്തെ ചെലവെന്ന് പറയണത്, ഇതിൽ ഹരി ഫുഡ് പറഞ്ഞിട്ടില്ല. ഇതിൽ ഫുഡില്ല. അതാണ് ഞാൻ പ്രധാനമായിട്ടും ഞാൻ ഈ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്ന ആളല്ല. എനിക്ക് അങ്ങനെ ഞങ്ങളുടെ പുറത്തെ ഫുഡ്, അതായത് നാട്ടിൽ നന്നായിട്ട് കഴിച്ചുകൊണ്ടിരുന്നതാണ്. ഞാൻ നാട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് എൻ്റെ അമ്മേറ്റത് കാണണമെന്നുള്ളവർ പറയും ഞാൻ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാറേ ഇല്ല. നാട്ടിൽ നിന്ന് വെളിയിൽ നിന്ന് മാത്രമുള്ള ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നു ആ സമയത്തൊക്കെ, ഇങ്ങോട്ട് വരുന്ന സമയത്തൊക്കെ. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഞാൻ പഠിച്ചൊരു പ്രധാന കാര്യമാണ് വീട്ടിലെ ഫുഡ് ബെറ്ററാണ്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ തന്നെ കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് ആരും കുക്ക് ചെയ്ത് തരികയാണെങ്കിലും, എനിക്ക് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവർക്ക് ഒരുപാട് കുക്ക് ചെയ്ത് തരും. പക്ഷേ ബെറ്ററാണ് എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് വെളിയിൽ നിന്ന് ഫുഡ് കഴിക്കുക. കാര്യം നമ്മൾ കൊടുക്കുന്ന കാശിന് അത്രയും വറുത്തല്ല ഇവിടുത്തെ ഫുഡ്. അതുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാറില്ല. അപ്പോൾ അതിൻ്റെ ഒരു ആകെ ഒരു പിടുത്തം എനിക്കത് മാത്രമേ കിട്ടാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ ഇത്രയും ചിലവും അതിൻ്റെ കൂടെ എൻ്റെ ഫുഡും കൂടെ ആകുമ്പോഴത്തേക്കും എൻ്റെ സാലറിയുടെ 90% കഴിഞ്ഞ്. ഓക്കെ. ഇപ്പൊ ഫുഡിന് നമുക്ക് ഒരു മാസം ഒരു 100 പൗണ്ട് വെക്കാം അല്ലേ? 100 പൗണ്ട് 100 പൗണ്ട് വെക്കാം. ഇപ്പൊ തന്നെ 720 പൗണ്ട്സ് ആയി. ഇനി ഇതിൽ എൻ്റെ വണ്ടിയുടെ ഫ്യൂവൽ വരുന്നുണ്ട്. അപ്പം എൻ്റെ ചോദ്യം, ഇപ്പം നിങ്ങൾക്ക് 850 പൗണ്ട് കിട്ടുവാണെങ്കിൽ ഫ്യൂവലിന് ഒരു മാസം 30 പൗണ്ട് എടുത്താൽ തന്നെ ഏകദേശം 750 പൗണ്ട് ഹരിക്ക് ചിലവുണ്ട്. അപ്പം ഇത് വെച്ച് നിങ്ങൾ എങ്ങനെ, അതായത് ഒരു മാസം ഹരി ഇപ്പം പറഞ്ഞ കണക്ക് വെച്ചിട്ട് 100 പൗണ്ടാണ് ഒരു സ്റ്റുഡൻറ്റിന്. ഇപ്പം ഹരിയുടെ കേസ് മാത്രമല്ല, ഇപ്പം എൻ്റെ ഫ്രണ്ട് സർക്കിളാണെങ്കിലും ഇപ്പം 100 പൗണ്ടാണ് ഒരു മാസം സേവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഇതിൽ തന്നെ ഹരിയുടെ ഇതിൽ എന്ത് കുറയ്ക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് കാർ ഇൻഷുറൻസ് കുറയ്ക്കാം, പിന്നെ ഹരി എടുത്തേണ ഫിലിം ടിക്കറ്റിൻ്റെ 17 പൗണ്ട് കുറയ്ക്കാം, പിന്നെ ഫ്യൂവലിന് യൂസ് ചെയ്തേക്കുന്ന 20 പൗണ്ട് കുറയ്ക്കാം, പിന്നെ റോഡ് ടാക്സ് 15 പൗണ്ട്. അത് കുറച്ചാൽ തന്നെയാണെങ്കിലും ഒരു സ്റ്റുഡൻറ്റിന് സേവ് ചെയ്യാൻ പറ്റണ ഒരു മാസത്തെ മാക്സിമം എമൗണ്ട് എന്ന് പറയുന്നത് 150 പൗണ്ട് താഴെയാണ്. 150 പൗണ്ടിൻ്റെ താഴെയാണ്. അങ്ങേ അറ്റം പോയി കഴിഞ്ഞാൽ 225 പൗണ്ട്, അതായത് 225 പൗണ്ട്. ഈ 225 പൗണ്ട് 12 മാസം സേവ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇവർ ഈ 6 ലക്ഷം അടയ്ക്കാൻ പറ്റണം? ഇതിൽ മെയിനായിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കിവിടെ ഈ ഒരു, അതായത് എൻ്റെ ലൈഫ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതൊരു ലക്ഷറി ലൈഫാണ് ഞാൻ ലീഡ് ചെയ്യുന്നത്? ഒരിക്കലും അല്ല. ഇത് ലക്ഷറി ലൈഫൊന്നും അല്ല. ഈ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻകത്തിൽ നിന്ന് നമ്മളെ പേഴ്സണലായിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സാലറി ഇവിടെ കഴിയാണ്. അതിൽ നമ്മൾ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റേ മെഷീൻ ലൈഫായിരിക്കണം. എനിക്കറിയാം ഇപ്പോൾ ഒരു 98 അല്ലെങ്കിൽ 90% പേര് ഇങ്ങനെയാണെങ്കിൽ ഒരു 10% പേര് സേവ് ചെയ്ത് ഫീസ് അടയ്ക്കുന്നവരുണ്ട്. അവരെ കൊണ്ടത് പറ്റും. പക്ഷേ എന്നെ കൊണ്ടത് പറ്റുന്ന ഒരു കാര്യമല്ല. കാര്യം ഞാൻ അങ്ങനെയാണെങ്കിൽ ഒരു 1-2 വർഷം മെഷീൻ ലൈഫിൽ പോകേണ്ടി വരും. എനിക്ക് മറ്റേ പുറലോകമായിട്ടുള്ള ബന്ധമൊന്നുമില്ലാതെ അങ്ങനെയൊക്കെ ജീവിക്കുന്നവരുണ്ട്, എനിക്കറിയാം. അതായത് കറക്റ്റായിട്ട് വീട്ടിൽ നിന്ന് വഴി വെളി ഇറങ്ങത്തില്ല അവർ. ഞാനിവിടെ വന്ന് അത്യാവശ്യം ഇപ്പം ഞാൻ ആലോചിച്ച് എൻ്റെ ഒരു നല്ല പ്രായമാണ്. ആ സമയത്ത് ഞാനിപ്പോൾ 2 കൊല്ലം ഇങ്ങനെ അരക്കി മുറുക്കി കണക്ക് ജീവിച്ച് കഴിഞ്ഞിട്ട് എനിക്കത് പ്രത്യേകിച്ച് ഒരു ഉപയോഗമുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ ഞാൻ എൻ്റെ ലൈഫ് എങ്ങനെയാണോ പോയത് അതിൽ വലിയ ഡിഫറൻസ് ഒന്നും വരുത്താൻ നിന്നില്ല. അങ്ങനെയൊക്കെ വരുത്തി ഭയങ്കരമായിട്ട് ടൈറ്റായിട്ട് ജീവിക്കുന്നവരെ കൊണ്ട് വിടുക. അവരെ കൊണ്ട് പറ്റുമായിരിക്കും, പക്ഷേ എനിക്ക് പറ്റിയിട്ടില്ല. ഞാനിപ്പം ഈ കഴിഞ്ഞിടയ്ക്ക് യൂട്യൂബിൽ ഒത്തിരി വീഡിയോ കണ്ടു. അതായത് ബാച്ചിലർ ജസ്റ്റ് 2 ഇയേഴ്സും കൊണ്ട് 50 ലാക്ക് സേവ് ചെയ്തു. അതൊക്കെ അതിൽ എങ്ങനെയാണ്? അത് മാജിക് ആണോ, അല്ലെങ്കിൽ ഇനി വല്ല കുഴൽപ്പണാണോ, കള്ളക്കടത്താണോ? എനിക്ക് എത്ര ആലോചിച്ചിട്ട് കിട്ടില്ല. ഞാൻ ഒരാളോടുള്ള പക വീട്ടാനുള്ള വീഡിയോയോ ഒന്നുമല്ല. ഹരിക്ക് ഓപ്പണായിട്ട് പറയാം, 2 വർഷം കൊണ്ട് ആസ് എ സ്റ്റുഡൻറ്റ് എങ്ങനെ 50 ലക്ഷം സേവ് ചെയ്യാൻ പറ്റും? അഭിസിക്ക, 2 വർഷം കൊണ്ട് 50 ലക്ഷം സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നിക്കും ഒരു കള്ളക്കടത്ത് വേണം. അല്ലെന്നുണ്ടെങ്കിൽ അവർ ഈ പറയുന്ന കണക്ക് എന്തായാലും എന്നേലും ജോലി പറ്റില്ല. അപ്പോൾ എന്നെ ജോലി ചെയ്യാതെയാണെങ്കിൽ ഇവിടെ എന്താണ് ചെയ്യണമെന്ന് അഭിസിക്ക് അറിയാമല്ലേ. ക്യാഷ് ഞാൻ എങ്ങനെ ചെയ്തതാണ്. പക്ഷേ ക്യാഷ് ഞാനൊക്കെ ചെയ്തതിന് ഇപ്പോഴും നമുക്ക് അടുത്ത് തന്നെ അറിയാം. നമ്മളുള്ള ഫ്രണ്ട്സിനെ ഇവിടെ നിന്ന് രാമനം ഒരുപാട് സ്വപ്നങ്ങളായിട്ടൊക്കെ ഇങ്ങോട്ട് വന്നവരാണ്. കിടക്കെടുത്ത് പോകേണ്ടി വരുന്നൊരു അവസ്ഥ എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര പാടുള്ള കാര്യമാണ്. നമ്മൾ ഈ സ്റ്റുഡൻറ്റ് പീരീഡിൽ അടച്ചില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് PSWയിൽ അടയ്ക്കാം എന്നുള്ള ഒരു ഹോപ്പ് വെച്ച് അങ്ങനെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ചെയ്യേണ്ട സമയത്ത് നമ്മൾ ഈ സ്റ്റുഡൻറ്റ് പീരീഡ് തന്നെ വേഗത്തിനെ മൊത്തം കാണിച്ച് എന്തിനാണ് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളെല്ലാം വരുന്നത്? ഞാൻ ഇപ്പം ജെന്യുവനായിട്ട് ഇല്ല, എന്നാൽ പോലും ഈ 50 ലക്ഷം എന്ന് പറയുമ്പോഴത്തേക്കും വെറും മേഡപ്പ് സ്റ്റോറി ആയിരിക്കും. 50 ലക്ഷം ഒന്നും പറ്റില്ല. അത് പറ്റില്ല എന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് പറ്റത്തുള്ളൂ. എൻ്റെ ഒരു പേഴ്സണൽ ചോദ്യം, ആസ് എ സ്റ്റുഡൻ്റ് ആയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇപ്പം ഹരിയുടെ ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ ഓൾമോസ്റ്റ് 3 ഇയേഴ്സ് ആയി UK-ൽ. ലാസ്റ്റ് 1 ഇയറിൽ ഹരിയുടെ ഒരു സേവിങ്സ് ചോദിച്ചാൽ എന്തോരം പറയാനുണ്ടാവും? ലാസ്റ്റ് 1 ഇയറിൽ ഞാൻ ഫുൾ ടൈമാണ്. ഫുൾ ടൈമിന് എനിക്ക് സേവ് ചെയ്യാൻ ഞാൻ സേവ് ചെയ്യില്ല. ഞാൻ കുറച്ച് എൻ്റെ ഡെപ്സും കാര്യങ്ങളും അല്ല. അതായത് ഞാൻ പറഞ്ഞില്ലേ, 2 വർഷക്കാലമായിട്ട് ഞാൻ പ്രത്യേകിച്ച് ഫണ്ടൊന്നും ഈ ഡെപ്സിലോട്ടൊന്നും
ഒന്നും ചെയ്തിട്ടില്ല. ഈ പറഞ്ഞ് പോയ 1 വർഷമായിട്ട് ഞാൻ എൻ്റെ ഡെപ്റ്റ്സ് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നതിൻ്റെയും അല്ലാതെയുള്ള കുറച്ച് ഈ ഒരു പ്രോസസ്സിൻ്റെ സമയത്തുണ്ടായ ഫുള്ള് ചിലവുകൾ ഞാനൊന്ന് റിക്കവർ ചെയ്തെടുത്തത് ഈ ഒരു വർഷത്തെ ഫുൾ ടൈം ജോലിയിലാണ്. ഒരു വർഷം ഏകദേശം 1.5 വർഷമായിട്ട് ഫുൾ ടൈം ജോലിയാണ്. ആ ഫുൾ ടൈം ജോലിയിലാണ് ഞാൻ ഈ പറഞ്ഞ ചിലവുകളെല്ലാം ഒന്ന് മേക്കപ്പ് ചെയ്തെടുത്തത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ഭയങ്കര സേവിങ്സ് ആയിട്ടൊന്നുമില്ല. ഞാൻ മറ്റെന്താണ് സേവ് ചെയ്ത് വീട് വയ്ക്കുക അല്ലെങ്കിൽ സേവ് ചെയ്ത് പെങ്ങളുടെ കല്യാണം നടത്തുക അങ്ങനത്തെ പരിപാടിയിൽ സേവിങ്സ് ഒന്നും ഞാൻ സത്യത്തിൽ എനിക്ക് ഭയങ്കര സേവിങ്സ് ഒന്നും കാണുന്നില്ല. ഞാൻ അഥവാ അങ്ങനെ സേവ് ചെയ്തിരുന്നാലും എനിക്ക് എന്തെങ്കിലും ഒരു കൺട്രി വിസിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഗോൾസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ സേവ് ചെയ്യുന്നത്. അല്ലാതെ ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടൊന്നും ചിന്തിച്ച് ചെയ്യുന്ന ഒരാളൊന്നുമില്ല. ഞാൻ അത്യാവശ്യം പ്രസൻറ്റിൽ ജീവിക്കുന്ന ഒരാളാണ്. പക്ഷേ ഒരു 3 മാസമായിട്ട് ഞാനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ഇടയ്ക്ക് ഫണ്ട് എടുത്തിട്ടുണ്ട്. അതായത് PSW അതായത് അതിൻ്റെ ആ ഒരു വിസയുടെ കാര്യത്തിനൊക്കെ ഫണ്ട് എടുത്തതിന് ശേഷം ഞാൻ വീണ്ടും കുറച്ച് ടൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. ആ ടൈറ്റ് ആയ സമയത്ത് ഞാനിപ്പോൾ ഏകദേശം 3-4 മാസമായി ബാങ്കിൽ കാശ് അടച്ചിട്ട് അവർ ഏകദേശം ഡ്യൂ ആയെന്ന് പറഞ്ഞിട്ട് വീട്ടിലോട്ട് ലെറ്റർ അയച്ചെന്നൊക്കെ എൻ്റെ അമ്മ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് തന്നെയാണ് എൻ്റെ അവസ്ഥ. ഇത് തന്നെയാണ് ആസ് എ പിന്നെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് വരുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പാർട്ട്ണറിനെ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാം, എനിക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യാം എന്നിരിക്കെ തന്നെ ഞാനിപ്പോൾ വീണ്ടും ഇപ്പം ഞങ്ങളുടെ എനിക്കറിയാവുന്ന പാർട്ട്നേഴ്സ്, അതായത് ഇവിടെ അങ്ങനെ വന്നിട്ട് സപ്പോർട്ട് ചെയ്യാന്നുള്ള ലക്ഷ്യത്തോടെ ഇവിടെ വന്നിട്ട് ഇപ്പോൾ വളരെ ടൈറ്റായിട്ട് ജീവിക്കുന്ന കപ്പിൾസിനെ എനിക്കറിയാം. അതായത് ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെ കടന്നു പോകണം. അതായത് നമ്മൾ കഴിയും കപ്പിൾസ്, നിങ്ങൾക്കറിയാമല്ലോ, കപ്പിൾസായിട്ട് വന്നു കഴിഞ്ഞാൽ അതായത് മറ്റേ പാർട്ട്ണർക്ക് ജോലി ചെയ്ത് ഇപ്പം തന്നെ അങ്ങ് ഇവിടെ കോടികൾ ഉണ്ടായിക്കളയാന്നൊക്കെ അതൊക്കെ ചുമ്മയാണ്. ആ സമയത്ത് അതിൻ്റേതായിട്ടുള്ള എക്സ്പെൻസ് വരും. അതായത് ഒരുമിച്ച് ജീവിക്കുമ്പോഴത്തേക്കുള്ള എക്സ്പെൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒറ്റയ്ക്ക് ജീവിതത്തിനെക്കാട്ടിയും ഈ പറഞ്ഞ 2 ഇരട്ടിയല്ല അതിനെക്കാട്ടിയും കൂടുതൽ വരും. ഈ പറഞ്ഞു ഹരിയുടെ റൂം റെന്റ് 400 പൗണ്ടാണ്, അതേ സമയത്ത് എന്റെ റൂം റെന്റ് 900 പൗണ്ടാണ്. അപ്പൊ ഡബിൾ അല്ല, ഡബിളിന്റെ ഒപ്പം ഡബിളിനൊപ്പം എക്സ്ട്രാ കൂടും. പിന്നെ അത് കണക്ക് തന്നെ ഈ പറഞ്ഞ ഈ ബിൽസിലും അതിൻ്റേതായിട്ടുള്ള ഡിഫറൻസ് വരും. രണ്ടുപേരും നിൽക്കുന്നൊരു അറിയാമല്ലോ, രണ്ടുപേരും നിൽക്കുമ്പോഴത്തേക്കും ബിൽസിലുണ്ടാകുന്ന വ്യത്യാസമൊക്കെ എങ്ങനെയാണെന്ന് അറിയാം. അതുമാത്രമല്ല രണ്ടുപേരും നിൽക്കുമ്പോഴത്തേക്ക് എത്ര സ്ഥലത്താണ്, പിന്നെ ഒരുപാട് പേരുണ്ട് ഒരാളുടെ ടെൻഡൻസി മാത്രം കാണിച്ച് രണ്ടുപേരും താമസിക്കുന്നത് അറിയാമല്ലോ. അതൊക്കെ എത്രത്തോളം ലീഗലി നല്ലതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ശരിക്കും ഇപ്പൊ ഹരിയുടെ നാട്ടിൽ നിന്ന് അപ്പോൾ ഹരിയുടെ ബ്രദറോ അല്ലെങ്കിൽ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള മെമ്പേഴ്സോ ഒരാൾ ചോദിക്കുവാണ്, ഹരി ഞാൻ UK വറ്റെ, എന്താണ് പേഴ്സണൽ ഒപ്പീനിയൻ, എനിക്ക് ഇത്രയും കാശുണ്ട്. ഇതിൽ നമ്മൾ 2 കാറ്റഗറി ഓഫ് സ്റ്റുഡൻസിനെ എടുക്കണം. അതായത് ഒന്ന് വീട്ടിൽ കാശുള്ളത്, ഒരു ലോണും എടുക്കാതെ വന്നൊരാളും, 2 അത്യാവശ്യം നാട്ടിൽ ടൈറ്റാണ്, ലോൺ എടുത്ത് വീടിൻ്റെ ആധാരം കൊണ്ടുവന്ന് ബാങ്കിൽ വെച്ച് വന്ന 2 സ്റ്റുഡൻസ്. ഈ 2 സ്റ്റുഡൻസിന് ഹരി എങ്ങനെയാണ് അഡ്വൈസ് കൊടുക്കാൻ പോണത്? കാശ് വീട്ടിലധികം ഒരുപാടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് സ്ഥലമൊക്കെ കണ്ട്, പിന്നെ പഠിക്കുകയാണെങ്കിൽ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പഠിക്കാം, അതൊക്കെ അവരുടെ ഇഷ്ടം. പഠിച്ച് സ്ഥലമൊക്കെ കണ്ട് ജോലി അടിച്ച് പോകാം കാശ് ഒരുപാടുള്ളവർക്ക്. അതായത് ഇപ്പോൾ ഇത്രയും പൈസ പൊട്ടിപ്പോയിരുന്നാലും പ്രത്യേക നഷ്ടമൊന്നും ഇല്ലാത്തവർക്ക്. പക്ഷേ കാശില്ലാത്തവൻ ഈ വീട് പണയം വെച്ച് വരുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ വീട് പണയം വെച്ച് വരുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും ഇവിടെ വന്ന്, അതായത് നിങ്ങളെടുക്കുന്ന കോഴ്സിലും നിങ്ങളെ കഴിവിലും നിങ്ങൾക്ക് അത്രയധികം ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ, അതായത് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങോട്ട് ബ്ലൈൻഡായിട്ട് വരാവൂ. അല്ലാതെ ഏജൻസിക്കാർ പറയുന്നത് കേട്ട് ഇവിടെ നിന്ന് കോടികൾ സമ്പാദിച്ചില്ല എന്നുള്ള വാക്കിട്ട് വരരുത്. അത്രേ ഉള്ളൂ. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വേറൊരു കാര്യം പറയാം. നിങ്ങളിവിടെ വരുന്നത് ശരിക്കും പഠിക്കാനാണെന്നുണ്ടെങ്കിൽ ശരിക്കും പഠിച്ച് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് ഇവിടെ ഒരുപാട് വീഡിയോസിൽ ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇവിടെ ജോലി കിട്ടത്തില്ല, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ UK സ്റ്റുഡൻസിൻ്റെ ഗതി നിങ്ങൾ കണ്ടോ എന്നൊക്കെ ഉള്ള തംബ്നെയിൽ വെച്ചിട്ടുള്ള ഒരുപാട് വീഡിയോ ഞാൻ കണ്ടു. പക്ഷേ അതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ വരുന്നവരെ നിരുത്സാഹപ്പെടുന്ന രീതിയിലുള്ളതാണ്. സത്യത്തിൽ പഠിക്കാൻ വരുന്ന സ്റ്റുഡൻറ്റിന്, അതായത് സ്വന്തം കഴിവിൽ അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ഇവിടെ പഠിക്കാൻ വരുന്നൊരു സ്റ്റുഡൻറ്റിന് ഉറപ്പായിട്ട് ഇവിടെ ജോലി കിട്ടും. തമാശ പറയാതെ കിട്ടും. അല്ല കിട്ടും. അത് നമ്മൾ തന്നെ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ ചാനലിൽ തന്നെ എത്ര സ്പോൺസർഷിപ്പ് കിട്ടിയ വീഡിയോസ് പിന്നെ കാര്യം ഇതിപ്പോൾ സ്പോൺസർഷിപ്പ് ആയിരുന്നാലും ശരി, ജോലി എന്നുള്ള കേസായിരുന്നാലും ശരി, ഇപ്പോൾ സ്പോൺസർഷിപ്പ് ഒഴിവാക്കിയെന്ന് വെച്ചോ, ഇപ്പം നമുക്ക് പഠിച്ചിരുന്ന ഒരാൾക്ക് ഡയറക്റ്റായിട്ട് കമ്പനി സ്പോൺസർഷിപ്പോട് കൂടി ജോലി കൊടുക്കണമെന്നില്ല. പക്ഷെ നിങ്ങൾക്ക് കഴിവുണ്ടോ ഇല്ലയോ എന്നുള്ളത് തെളിയിക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു അവസരം കൂടെ ഉണ്ട് ഇവിടെ. ആ ഒരു 2 വർഷത്തിനുള്ളിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ജോലി കിട്ടും. നിങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രമാണ് ഇവിടെ വന്നിട്ട്. പിന്നെ വേറൊരു കാറ്റഗറി ഉണ്ട്, എനിക്കിത് നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുന്നൊരു അറിഞ്ഞൂടാ. പക്ഷേ എനിക്ക് എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, എനിക്ക് അവരുടെ അടുത്തുള്ള ഇതിലൊന്നുമല്ല. എനിക്ക് സത്യത്തിൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ നമ്മളൊരു 10-20 ലക്ഷം രൂപ മുടക്കി ഇവിടെ വന്ന് പഠിക്കാനായിട്ടുള്ള രീതിയിൽ വന്ന് നമ്മളൊരു കോഴ്സ് എടുത്ത്, അതായത് വീട്ടിൽ നിന്ന് ഇപ്പോൾ ചിലർക്ക് അത് പാഷനായിരിക്കും കേട്ടോ, എൻ്റെ പാഷനല്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇവിടെ വന്നിട്ട് നമ്മുടെ സ്റ്റുഡൻറ്റ് സ്റ്റാറ്റസ് മൊത്തത്തിൽ കട്ട് ചെയ്ത്, അതായത് ഇനി പഠിക്കണ്ട അല്ലെങ്കിൽ പഠിത്തം